ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എടാ അപ്പം കീമിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ അത്യാവശ്യം നല്ല റാങ്ക് കിട്ടിയ എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗെയിമിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രശ്നമായിട്ട് പല ഗ്രൂപ്പുകളിലും CBSE സ്റ്റേറ്റ് പിള്ളേർ തമ്മിൽ അടിയും അങ്ങനെ പല കോൺട്രവേഴ്സീസ് നടക്കുന്നുണ്ട്. സോ എനിക്കൊരു 300 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. സോ അവരൊക്കെ വേണ്ടി ഞാൻ ഈ വീഡിയോ ചെയ്യേണ്ടത് ഇറ്റ്സ് മൈ ഡ്യൂട്ടി. സോ എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ ഇവിടെ പറയുന്നത്. പലർക്കും പല ഒപ്പീനിയൻ ആയിരിക്കും. സോ ഇതിൻ്റെ ഒരുപാട് ഹേറ്റ്സ് വരാം. സോ അത് പറഞ്ഞുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് പറയുന്നത്. എനിക്ക് ശരിയായിട്ട് തോന്നിയ എൻ്റെ ഒപ്പീനിയൻ. ആദ്യം തന്നെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഓരോ കുട്ടികളെയും പൊട്ടന്മാരാക്കിക്കൊണ്ടിരിക്കുക. സ്റ്റാൻഡർഡൈസേഷൻ എന്നും പറഞ്ഞ് ഇത്രയും ദിവസം വലിച്ചു നീട്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഒരു സ്റ്റാൻഡർഡൈസേഷൻ നടന്നിട്ടില്ല. ഒരു ICSE സിലബസുകാരൊക്കെ ജസ്റ്റ് ഒരു നേരിയ വ്യത്യാസം എന്തെങ്കിലും വന്നിട്ടെങ്കിലേ ഉള്ളൂ. ഓഫ് കോഴ്സ് ഈ ഒരു റിസൾട്ട് സ്റ്റേറ്റ് സിലബസുകാരൊക്കെ അത്രയ്ക്ക് പുഷ് എന്ന് വെച്ചാൽ സ്റ്റേറ്റ് സിലബസുകാരൊക്കെ അത്രയും പുഷ് തന്നിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. എന്നെങ്കിലും CBSEക്കാർ ഒരുപാട് പിന്നിലായിട്ടുണ്ട്. അതൊരു സത്യാവസ്ഥയാണ്. ഒരുപാട് പേര് CBSEക്കാർ പിന്നിലായിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. ഒന്നാമത്തെ കാര്യം, ഇപ്പൊ കീം എഴുതുന്നത് തന്നെ ഓൾമോസ്റ്റ് 95% ആൾക്കാരും സ്റ്റേറ്റ് സിലബസുകാരായിരിക്കും. ബാക്കി 5% മാത്രമേ CBSEക്കാർ വരുന്നുള്ളൂ. ലാസ്റ്റ് ഇയർ ഓഫ് കോഴ്സ് CBSEക്കാരൊക്കെ ഒരു മുൻഗണന ഉണ്ടായിരുന്നു. അത് കാരണം ആ ഒരു 5% നല്ല മുമ്പിലോട്ട് കയറിയെങ്കിലും സ്റ്റേറ്റ് സിലബസുകാരുടെ 95% ഉള്ളതുകൊണ്ട് അത്രയ്ക്കൊരു പ്രശ്നത്തിന് തിരിതെളിയിച്ചില്ലായിരുന്നു. ഇത്തവണ എന്ന് പറയുന്നത് 95% സ്റ്റേറ്റ് സിലബസുകാരാണ്. സോ അവരൊക്കെ ഒരു മുൻഗണന കിട്ടുമ്പോൾ ആ 5% എന്ന് പറയുന്നത് ഒരുപാട് താഴേക്കിടയിൽ പോവുകയാണ്. സോ ഇത്തവണ അത് ഇനിയും വലിയ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാവും. ഒരു സ്റ്റേയിനൊക്കെ കലാശിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. പിന്നെ സ്റ്റേയുമായിട്ടൊക്കെ മുമ്പോട്ട് പോകാൻ നിൽക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ എന്തൊക്കെ കോർട്ടിലൊക്കെ അപ്പോൾ ഇത് കൊടുത്താലും ഒരിക്കലും നിങ്ങൾക്ക് അനുകൂലമായിട്ടൊരു വിധി വരില്ല. അതൊരു സത്യാവസ്ഥയാണ്. ഒരിക്കലും ഇനി എന്തായാലും ഈ ഒരു റാങ്ക് ലിസ്റ്റ് ആയിരിക്കും നിങ്ങൾക്കത് ദോഷമായിട്ട് ബാധിക്കുന്നതല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് അനുകൂലമായിട്ടൊരു വിധി വരില്ല. ഇപ്പൊ തന്നെ നിങ്ങളൊരു കോടതിയിൽ ഇൻകേസ് ലീഗലി എന്തായാലും CBSEയിൽ ആരെങ്കിലുമൊക്കെ ലീഗലി മൂവ് ചെയ്യാതിരിക്കില്ല. അത് കോടതിയിൽ വെച്ചാലും ഈ അഡ്മിഷൻ പ്രൊസീജിയർ എല്ലാം സ്റ്റോപ്പ് ആവും. ഒരുപാട് കുട്ടികളുടെ ഫ്യൂച്ചർ പോകുന്നല്ലാതെ ഒരു യൂസും ഉണ്ടാവില്ല. അതൊരു സത്യമാണ്. ലാസ്റ്റ് ഇയർ നീറ്റിന്റെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വരെ ചോർന്നിട്ട് തന്നെ അത് അതിലോട്ട് ഞാൻ കടക്കുന്നില്ല, കടന്നത് വേറെ ടോപ്പിക്കിലോട്ടായി പോകും. എന്നിട്ട് പോലും അത് ഒതുക്കി തീർത്തു. അതേപോലെ എന്തായാലും ഇതായിരിക്കും നിങ്ങളുടെ ഫൈനൽ റാങ്ക്. ഇതിന് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. നിങ്ങൾ കോടതിയിൽ കയറിയാൽ നിങ്ങളുടെ സമയനഷ്ടം, ഇത്രയേ ഉള്ളൂ. വേറെ ഒരു മാറ്റവും പറയുമല്ല. ഇതാണ് കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം. പിന്നെ ആര് വിചാരിച്ചാലും എന്തെന്നൊക്കെ പറഞ്ഞാലും മാറാൻ ചാൻസ് വളരെ വളരെ കുറവാണ്. ഇൻ കേസ് ഇനി ഇതൊരു പ്രശ്നമായ അടുത്ത വർഷം തൊട്ട് മേ ബി ഈ സ്റ്റാൻഡർഡൈസേഷൻ ഈ +2 മാർക്കൊക്കെ ആഡാക്കുന്നത് ചിലപ്പോൾ നിർത്താൻ സാധ്യത ഉണ്ട്. ഇതിന് ഉള്ള ഒരേ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇത്ര തമിഴ്നാട്ടിലെ ഇനി വേറെ എവിടത്തെങ്കിലും സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവന്നാലും ഒരു യൂസും ഇല്ല. ഒരേ ഒരു ഇതെന്ന് പറയുന്നത് കീമിന്റെ എൻട്രൻസ് സ്കോർ മാത്രം എടുക്കുക. വേറെ അല്ലാതെ ഒരു സൊല്യൂഷൻ ഇല്ല. +2 മാർക്ക് കൺസിഡർ ചെയ്യാതിരിക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ സ്റ്റേറ്റ് സിലബസിലെ കുട്ടികളോടാണ്. ഒരുപാട് സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾ ഒരു ഗ്രൂപ്പിലൊക്കെ വന്ന് CBSEക്കാർ പറയുന്നതിൽ അവരൊക്കെ ഒരു വാലിഡ് കാരണമുണ്ട്. അവരൊരുപാട് പിന്തള്ളപ്പെട്ടിട്ടുണ്ട്. ബട്ട് ഈ സ്റ്റേറ്റ് സിലബസുകാർ പറയുന്നത് എന്തെന്ന് എനിക്ക് മനസ്സിലാണ്. ഒരുപാട് സ്റ്റേറ്റ് സിലബസുകാർ വന്നിട്ട് എനിക്ക് 410 ഇൻഡെക്സ് മാർക്കുണ്ട്, കഴിഞ്ഞ വർഷം 5000 റാങ്കാണ്, ഇത്തവണ അത് 10ലേക്ക് പോയി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ലാസ്റ്റ് ഇയർ ഒരു സ്റ്റേറ്റ് സിലബസുകാരനും CBSEക്കാരനും തമ്മിൽ 35 മാർക്കിന്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഈ വർഷം ആ 35 മാർക്കൊന്നും ഇല്ല. സോ 35 മാർക്ക് വേരിയേഷൻ വരുമ്പോൾ എന്തായാലും ലാസ്റ്റ് ഇത് റാങ്കിൽ വ്യത്യാസം വരും. സോ നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ മാർക്കും റാങ്കും വെച്ച് ഈ വർഷത്തെ മാർക്കും റാങ്കും കമ്പയർ ചെയ്യുന്നതിൽ ഒരു ലോജിക്കില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷമല്ല, ഇയർ ബൈ ഇയർ കോമ്പറ്റീഷൻ കൂടി വരികയാണ്. കഴിഞ്ഞ വർഷം ഓൾമോസ്റ്റ് ഒരു 50,000 സംതിങ് പേര് മാത്രമായിരുന്നു റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നത്. ഈ വർഷം അത് 75,000
പ്ലസ് അങ്ങണ്ട വന്നിട്ടുണ്ട്. സോ ഇയർ ബൈ ഇയർ കോമ്പറ്റീഷൻ കൂടെയാണ്. സോ നിങ്ങൾ ലാസ്റ്റ് ഇയർ മാർക്കും റാങ്കും വെച്ച് ഈ ഇയർ ഒരിക്കലും കമ്പാരിസൺ പോസിബിൾ അല്ല. പിന്നെ ബിടെക് ക്ലാസ്സസിന്റെ കാര്യം ഇന്നത്തെ റിസൾട്ട് അനൗൺസ്മെന്റിൽ മന്ത്രി പറഞ്ഞത് ഒരു ഓഗസ്റ്റ് പകുതിയോടുകൂടെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പാകത്തിന് സെറ്റാക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് നടക്കാൻ ഒരു സാധ്യതയില്ല. എന്തായാലും ഒരു 90% ആരെങ്കിലുമൊക്കെ ലീഗലി ഇതുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യത ഉണ്ട്. സോ അതുകൊണ്ട് ഒരു യൂസും ഇല്ല. പലരും വാട്സപ്പ് ഗ്രൂപ്പുകൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് ടീം ഇഷ്യൂ ആയിട്ട് റിലേറ്റ് ചെയ്ത് ലീഗലി പോകാൻ. ഞാൻ അത് ആരെന്നൊന്നും പറയുന്നില്ല, പലരും ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. സോ എനിക്ക് ഒരു യോജിപ്പില്ല. നമുക്ക് നമ്മളുടെ പ്രതികരണം അറിയിക്കാം. ലാസ്റ്റ് ഇയർ എങ്ങനെയായിരുന്നു? ലാസ്റ്റ് ഇയർ ആരെങ്കിലും ഇതുമായിട്ട് ലീഗലി പോയോ? ഇല്ല. ലാസ്റ്റ് ഇയറും ഇത് ഓൾമോസ്റ്റ് ഇതേപോലെ ലാസ്റ്റ് ഇയർ സ്റ്റേറ്റ് സിലബസുകാരൊക്കെ ഓഫ് കോഴ്സ് സ്റ്റേറ്റ് സിലബസുകാരൊക്കെ പ്രശ്നമുണ്ടായിരുന്നു, ആരും പോയില്ല. പക്ഷേ നമ്മൾ നമ്മളുടെ ശബ്ദം ഉയർത്തി. അതുകൊണ്ടാണ് ഈ വർഷം അതിനേക്കാളും വലിയൊരു പൊട്ട തീരുമാനമാണ് എടുത്തത്. എങ്കിലും ആ ഒരു തീരുമാനം മാറ്റാൻ സാധിച്ചു. അതേപോലെ ഈ വർഷം ഓഫ് കോഴ്സ് നമ്മൾ റേസ് ചെയ്യണം, എങ്കിൽ മാത്രമേ അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ലാസ്റ്റ് ഇയർ സ്റ്റേറ്റ് സിലബസുകാർ റേസ് ചെയ്ത്, അപ്പൊ ഈ ഇയർ CBSE-കാരൊക്കെ പണി കിട്ടി. ഇനി ഇത്തവണ എന്തായാലും ഈ CBSE-കാര് റേസ് ചെയ്യും. സോ അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ മേ ബി പ്ലസ് 2 മാർക്കൊക്കെ കൺസിഡർ ചെയ്യാതെയൊക്കെ ഇരിക്കാം. സോ നിങ്ങൾ കോഫി പോയതുകൊണ്ടൊന്നും ഒരു യൂസും ഇല്ല. ഒന്നാമത്തെ കാര്യം, ഒരുപാട് കുട്ടികളുടെ ഫ്യൂച്ചറും കൂടെ അവതാളത്തിലാവത്തേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇപ്പൊ തന്നെ ഒരുപാട് കോഴ്സിന്റെ അഡ്മിഷൻ കഴിയാറായിട്ടുണ്ട്. ഇപ്പൊ BSc ഒക്കെ ആണെങ്കിൽ ഡിഗ്രിക്ക് പോകാനാണെങ്കിൽ ഒരുപാട് പേര് ഗവൺമെന്റ് സീറ്റ് കിട്ടിയില്ലെങ്കിൽ വേറെ പ്രൈവറ്റ് കോളേജിലൊക്കെ പോവാൻ പുറത്ത് ബാംഗ്ലൂരോ ചെന്നൈയിലോ ഒക്കെ പോയി പഠിക്കാവുന്നൊരു മൈൻഡിലൊക്കെ ഇരിക്കുന്നവരുണ്ട്. സോ അവരൊക്കെ എല്ലായിട്ടും നല്ലൊരു അടിയാണ് കിട്ടിയേക്കുന്നത്. ഇപ്പൊ തന്നെ ഓൾറെഡി നല്ല ലേറ്റാണ്. ഇനിയും കൂടെ ലേറ്റായ ആകെ തകിടം മറിഞ്ഞു പോകും. ഒരുവിധം ഗവൺമെന്റ് സീറ്റിൽ കിട്ടാൻ സാധ്യത ഉള്ളവർ തന്നെ റിസ്ക് എടുക്കാൻ തയ്യാറല്ലാതെ മേ ബി വേറെ പ്രൈവറ്റ് കോളേജിലൊക്കെ പോയി ചേരാൻ നല്ല സാധ്യത ഉണ്ട്. സോ നിങ്ങൾ ലീഗലി മുന്നോട്ട് പിന്നെ അതൊക്കെ അവരുടെ ഇഷ്ടങ്ങളാണ്. സോ നിങ്ങൾ ലീഗലി മുന്നോട്ട് പോയാലും അത് പല കുട്ടികൾക്കും ദോഷമായിട്ടേ ബാധിക്കത്തുള്ളൂ. ഒരിക്കലും നിങ്ങൾക്ക് അനുകൂലമായിട്ടൊരു വിധി ലഭിക്കില്ല. കുറച്ച് ദിവസത്തേക്ക് അഡ്മിഷൻ ബ്ലോക്കായി നിൽക്കും. അതല്ലാതെ വേറെ ഒരു ഇതും പ്രതീക്ഷിക്കേണ്ട. ഇതായിരിക്കും നിങ്ങളുടെ ഫൈനൽ റാങ്ക്. എടാ അപ്പൊ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ കോൺട്രവേഴ്സി ഒക്കെ കേട്ടപ്പോ എനിക്കും എൻ്റെതായ ഒരു ഒപ്പീനിയൻ പറയണമെന്ന് തോന്നി, അതാണ് വീഡിയോ ചെയ്തത്. സോ ഇതിൽ ഒരുപാട് യോജിക്കുന്നവർ കാണാം, വിയോജിക്കുന്നവർ കാണാം. സോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ബോക്സിൽ ഇടുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.